വെൽക്കം ടു അരോമാസ് എ വീക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്. അത് ഒരു തമിഴ്നാടൻ ബിരിയാണിയാണ്. എൻ്റെ ഫ്രണ്ട് ഇവിടെ അടുത്ത് താമസിക്കുന്ന ഒരു കുട്ടി എപ്പോഴും മട്ടൻ ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ അതിൽ കുറച്ച് ഞങ്ങൾക്കും തരും. അതിന് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ. അപ്പം ഞാനും വിചാരിച്ചു ഇത് എനിക്കൊന്ന് ഉണ്ടാക്കി നോക്കണമല്ലോ എന്ന്. ഈ പ്രാവശ്യം ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി. അങ്ങനെ ഞാൻ മട്ടൻ ബിരിയാണി കണ്ടു, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അങ്ങനെ എല്ലാ ടിപ്സും ഞാൻ അവിടെ തന്നെ നിന്ന് റെക്കോർഡ് ചെയ്ത് എല്ലാം എഴുതി ഞാൻ വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ആ കുട്ടി ഉണ്ടാക്കിയ അത്ര പെർഫെക്റ്റായിട്ട് എനിക്കും ടേസ്റ്റ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു അതിനിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പോയാലോ മട്ടൻ ബിരിയാണി കാണാൻ. അപ്പം ആദ്യം തന്നെ മട്ടൻ എടുത്ത് വെക്കണം. ഞാനൊരു 1 കിലോ മട്ടനാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തൈര് വേണം, ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി വേണം, അതേപോലെ മുളക് പൊടി വേണം. ഇതാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പം തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എല്ലാം ഒന്ന് മട്ടനിൽ പിടിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഞാനിപ്പം തൈരും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. കുറച്ചും കൂടെ ഒരു വലിയ പാത്രം എടുക്കാമായിരുന്നു കേട്ടോ. അത് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടെ വലിയ പാത്രമായിരുന്നെങ്കിൽ ചെയ്യാൻ എളുപ്പമായിരുന്നു. അങ്ങനെ മാരിനേഷൻ കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പം ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തേക്കുന്നതാണിത്. അപ്പം ഇനിയും നമുക്ക് മട്ടൻ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും പ്രഷർ കുക്കറിൽ വേവിച്ച് കൊല്ലണം. അല്ലാതെ വേവിച്ച് കഴിഞ്ഞാൽ മട്ടൻ വേവത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ മട്ടനകത്തിൽ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് പ്രഷർ കുക്കറിനകത്തിൽ വേവാൻ വെച്ചു. അതാണ് നമ്മുടെ ബിരിയാണിയുടെ ഫസ്റ്റ് പാർട്ട് കേട്ടോ. ഈ മട്ടനൊക്കെ വെന്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചു, തക്കാളി അരിഞ്ഞ് വെച്ചു, കൊത്തമല്ലി അരിഞ്ഞ് വെച്ചു, അതേപോലെ മിൻറ്റ് അരിഞ്ഞ് വെച്ചു. പിന്നെ അതിനകത്തേക്ക് ഇടാനുള്ള മസാലകളെല്ലാം എടുത്തു വെച്ചു. ഇവിടെ നമ്മൾ മസാല പൊടിയായിട്ടും ബിരിയാണി മസാല പൊടിയും ഇടുന്നുണ്ട്, അതേപോലെ അല്ലാതെ ഹോളായിട്ടും നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിനകത്തിലേക്ക് നമ്മൾ നെയ്യും ഒഴിക്കുക. നെയ്യ് കുറച്ചൊഴിച്ചാൽ മതി. ഞാൻ എണ്ണയാണ് കൂടുതലെടുത്തേക്കുന്നത്. പിന്നെ നമുക്കിതിനകത്തിലേക്ക് പെരുംജീരകം ഇടണം. നല്ല ജീരകമല്ല, പെരുംജീരകമാണ് ഇതിലേക്ക് ഇടുന്നത്. പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, അതുപോലെ തന്നെ പട്ടയുടെ ഇല, പിന്നെ സ്റ്റാർ, ഇതൊക്കെ അതിനകത്തിലേക്ക് ഇടണം. നട്മക് ആ കുട്ടി ഇട്ടില്ല കേട്ടോ. എന്നാൽ ഞാൻ ജാതിക്ക ആ കുട്ടി ഇട്ടില്ല. ഞാൻ ചോദിക്കുകയും ചെയ്തു അത് ഇടത്തില്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇല്ല, അവരുടെ ഇതിനകത്ത് അത് ഇടില്ല എന്ന് പറഞ്ഞു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇടേണ്ടത്. എൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിനെ ചോപ്പ് ചെയ്തിട്ടു. കാരണം എല്ലാം മാഷ് ചെയ്ത് വരുമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ആ പേസ്റ്റ് ഇടുന്നതിന് പകരം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടു. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും അതിനകത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താട്ടോ എടുത്തത്, അതുകൊണ്ട് എനിക്ക് നല്ല എളുപ്പമായിരുന്നു. അത് ഒന്ന് അതിൻ്റെ പച്ചമണം പോയി വരുമ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം. ഈ മെഷർമെൻറ്റ്സ് ഒക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ, അല്ലെങ്കിൽ ഞാൻ മുകളിൽ ഇവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വരണ്ട് വരണം കേട്ടോ. ഞാൻ കുറച്ച് അടിക്കട്ടിയുള്ള പാത്രം വേണ്ടതുകൊണ്ട് ഇവിടെ ഈ കാസ്റ്റേൻ്റെ നല്ല പാത്രം കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ എടുത്ത പാത്രം കേട്ടോ അത്. പക്ഷെ അതിൻ്റെ അടിയിലൊന്ന് പിടിക്കുന്നുണ്ട്, പക്ഷെ എങ്കിലും കുഴപ്പമില്ല. അപ്പം ഉള്ളി ഒന്ന് വരണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് നമുക്ക് മട്ടൻ പീസസ് ഇടാം. അപ്പം മട്ടൻ നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്തിൽ മട്ടൻ്റെ ചാറുണ്ടാവും, മട്ടൻ കഷ്ണം ഉണ്ടാവും. മട്ടൻ കഷ്ണം മാത്രം ഇടുക അതിനകത്തിലേക്ക്. ചാറ് നമുക്ക് ഇപ്പം അല്ല, പിന്നെ ആവശ്യമുണ്ട്. പിന്നെ അതിനകത്തിലേക്ക് ഒരു 100 ഗ്രാം ഞാൻ എടുത്തതെന്ന് തോന്നുന്നു. ഒരു പിടി കൊറിയാണ്ടർ ലീവ്സും ഒരു പിടി മിൻറ്റ് ലീവ്സും തീരെ ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇട്ടു ഇതിനകത്തിലേക്ക്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മട്ടൻ ഒന്നുകൂടെ ഒന്ന് ഈ മസാലയ്ക്കകത്ത് കിടന്ന് ഒന്ന് ഇതായിട്ട് അതിനകത്ത് ചെറുതായിട്ട് വെള്ളമൊക്കെ വരാൻ തുടങ്ങും വീണ്ടും.
ഞാൻ ആ ഇലകളൊക്കെ ഒന്ന് നന്നായിട്ട് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തിലേക്ക് തക്കാളി ചേർക്കാം. അങ്ങനെ തക്കാളി ചേർത്ത് നമ്മൾ നന്നായിട്ട് അതിനെ വരട്ടിയെടുക്കണം. ഞാൻ തക്കാളിയും ഉള്ളിയും എല്ലാം ആ മട്ടൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വേണം. അപ്പോൾ അതിനകത്തിലേക്ക് നന്നായിട്ട് വരണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യണം. ഞാൻ വാങ്ങിച്ചത് ഈ മട്ടൻ്റെ ഫ്രണ്ട് ലെഗ്, അതും ചെറിയ മട്ടൻ്റെ ഫ്രണ്ട് ലെഗാണ് വാങ്ങിച്ചത്, മുണ്ടിലത്തെ കാല്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അത് കാരണം എൻ്റെ മട്ടൻ്റെ പീസസ് എല്ലാം ലൈക്ക് ഒരു കീമ പോലെ ആയിപ്പോയി. പക്ഷെ എനിക്കതാ ഇഷ്ടം, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഈ മട്ടൻ പീസസ് അങ്ങനെ ഇരിക്കുന്നതിനേക്കാളും ഇങ്ങനെയാണ് ഇഷ്ടം. തൈര് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് ബിരിയാണി മസാല ആഡ് ചെയ്യണം. കാരണം നമ്മൾ അധികം മസാല ഇട്ടിട്ടില്ല, അതുകൊണ്ട് അതിനകത്ത് ബിരിയാണി മസാല ആഡ് ചെയ്യണം. അതും ഒന്ന് നന്നായിട്ട് വരട്ടി അതിൻ്റെ ഒരു പച്ചമണം പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഇനി അതിനകത്തിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. വെള്ളം ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കപ്പ് അരി എടുക്കുന്നോ അത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റോക്ക് എടുത്ത് മാറ്റി വെക്കണം എന്ന്. അത് ഈ അരി വേവാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യമേ തന്നെ വെള്ളം ഇതിനകത്തിലേക്ക് ആവശ്യത്തിന് ഒഴിക്കാം. അപ്പോൾ എനിക്ക് 2 കപ്പ് സ്റ്റോക്ക് ഉണ്ടായിരുന്നുകൊണ്ട് 2 കപ്പ് സ്റ്റോക്കും ബാക്കി 2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനകത്തിലേക്ക് ഒഴിച്ചേക്കുന്നത്. അതൊഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ തിളയ്ക്കാൻ വയ്ക്കും. അപ്പം വെള്ളം തിളയ്ക്കുന്നത് വരെ ഞാൻ അരി ഇടത്തില്ല. അരി ഞാനിപ്പം ഓൾറെഡി കഴുകി അതിനെ വെള്ളത്തിനകത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും ഇത് തിളയ്ക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പം തിളയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് ഇനിയിപ്പോൾ അതിനകത്തിലേക്ക് സോൾട്ട് ആഡ് ചെയ്യാം. സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഓൾറെഡി നമ്മുടെ കയ്യിൽ സോൾട്ട് ഉണ്ട്, പക്ഷേ എങ്കിലും അരി ഇട്ട് വേവിച്ച് വരുമ്പോഴത്തേക്ക് ആ അരിയിലൊക്കെ ഇത് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സോൾട്ട് പറയും. അപ്പം ശരിക്കും ഒരു ഉപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ കടലിൻ്റെ വെള്ളത്തിൻ്റെ ഉപ്പില്ലേ, ആ ഒരു ഉപ്പ് ഇതിന് ശരിക്കും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് അരിയിലെല്ലാം ഉപ്പ് പിടിച്ച് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും ഉണ്ടാക്കുമ്പം ഉപ്പ് തീരെ കുറഞ്ഞു പോകും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉപ്പ് ആഡ് ചെയ്യണം. ഞാനത് ഇട്ട് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്ത് ഇടുന്നത് കൊണ്ടാണ് ഇത്രയും ഉപ്പ് ഇടുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ യൂസ് ചെയ്യുന്ന ഉപ്പ് സീ സോൾട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് കാരണം അതിനത്രയും ഉപ്പ് അങ്ങില്ല. അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കറക്റ്റ് ഉപ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. ചെറുതായിട്ട് ബബിൾസൊക്കെ വന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇപ്പം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പം ഇങ്ങനെ തിളച്ച് വരണം കേട്ടോ, തിളയ്ക്കാതെ നമ്മൾ അരി ഇടരുത്. തിളച്ച് വന്നിട്ട് വേണം നമ്മൾ അരി ഇടാൻ. അതൊരു ടിപ്പാണ്. അല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന പോലെ ചോറ് ഇങ്ങനെ നല്ല സ്റ്റിക്കി ആയിട്ട് കിട്ടത്തില്ല, അങ്ങ് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. ഇനി നമുക്ക് എടുത്ത് വെച്ചിരുന്ന അരി ഇടാം. അപ്പം അരി ഞാൻ നേരത്തെ തന്നെ എടുത്ത് ഞാൻ പറഞ്ഞ പോലെ കഴുകി ഞാൻ അതിനെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ അതിനകത്തിലേക്ക് ഇടുന്നത്. ബസ്മതി റൈസ് ആട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അരി ഇട്ട് കഴിഞ്ഞാൽ അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ലെയറിങ് ആയിട്ട് ചെയ്യുന്ന ബിരിയാണി അല്ല കേട്ടോ ഇത് ശരിക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ബിരിയാണി. നമ്മുടെ ബിരിയാണി അല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് എപ്പോഴും ലെയർ ആയിട്ടല്ലേ നമ്മൾ തലശ്ശേരി ബിരിയാണിയൊക്കെ ചെയ്യുക, ഇതങ്ങനല്ല. ഇനിയിപ്പോൾ അതിനെ കുറച്ചും കൂടെ ഒന്ന് കളർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കുങ്കുമപ്പൂ വെള്ളത്തിനകത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പം നല്ല കളറൊക്കെ കിട്ടും കേട്ടോ ഇതിന്. ഇനി ഞാൻ അതിനെ നന്നായിട്ട് അടച്ചു വെക്കും. അത് നന്നായിട്ട് വെന്ത് ചോറ് ഫുൾ വെന്ത് വരണം. ഇപ്പം കണ്ടോ, ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ചോറൊന്നും ഉടഞ്ഞു പോകാതെ നന്നായിട്ട് ചോറ് പോലെ തന്നെ ഇരിപ്പുണ്ട്. കുറച്ചും കൂടെ വലിയ പാത്രം എനിക്കെടുക്കായിരുന്നു. എൻ്റെ തെറ്റ്, എൻ്റെ മാത്രം തെറ്റ്. ഞാൻ ഇത്രയും ചോറ് ഞാൻ അതിന് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. കുഴപ്പമില്ല, എനിക്ക് ഇളക്കാൻ പറ്റി. പക്ഷേ എങ്കിലും കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ആക്ച്വലി ഇളക്കാമായിരുന്നു. അപ്പോൾ ഇതിനെ ഞാൻ ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നന്നായിട്ടൊന്ന് ഇളക്കും. പക്ഷെ ഞാൻ പതുക്കെ ഇളക്കത്തുള്ളൂ, കാരണം എനിക്ക് ആ ചോറൊന്നും ഇങ്ങനെ മാഷായി പോകണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് നന്നായിട്ട് നോക്കിയേ ചെയ്യത്തുള്ളൂ.
ഇനി എന്താണെന്ന് വെച്ചാൽ അത്രയും ഒന്ന് നന്നായിട്ട്, എന്തിനാന്ന് വെച്ചാൽ അടിയിലൊക്കെ എന്തെങ്കിലും കട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇളക്കി വെച്ചത്. ഇനി ഇളക്കിയിട്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ ഇതിനെ ദം ചെയ്യാൻ വെക്കണം. ദം ചെയ്യാതെ നിങ്ങൾക്ക് കഴിക്കാം, ദം ചെയ്യേണ്ടവർക്ക് ദം ചെയ്യാം. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 ഫോയിൽ പേപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കുക ചെയ്യുന്നത്. ഇതിൻ്റെ അടപ്പിനൊക്കെ നല്ല വെയിറ്റാണ്, കാസ്റ്റ് അയൺ ആയതുകൊണ്ട്, അതുകൊണ്ട് നല്ല അടഞ്ഞിരുന്നോളും. അപ്പോൾ ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടും അതുപോലെ തന്നെ കുറച്ച് മിൻറ്റ് ലീവ്സും ഇട്ടു. എനിക്ക് മിൻറ്റ് ലീവ്സ് ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. മിൻറ്റ് ലീവ്സും ഉണ്ട്, അതേപോലെ കൊറിയാണ്ടറും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ട്. അല്ലാതെ ഞാൻ കടയിൽ നിന്ന് അധികം അങ്ങനെ വാങ്ങാറില്ല. ചില സമയത്തൊക്കെ വേണ്ടി വരും കേട്ടോ, കാരണം ഇതിപ്പോൾ ആകെ ഇത്രയേ ഉള്ളൂ മിൻറ്റ്. അപ്പം മിൻറ്റൊക്കെ നമ്മൾ ഇടണമെങ്കിൽ ചിലപ്പോൾ വാങ്ങിക്കും. പക്ഷെ കൊറിയാണ്ടർ ആവശ്യത്തിന് വീട്ടിൽ നിന്ന് കിട്ടാറുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റൊക്കെ ഇടുമ്പം അതിൻ്റെയൊക്കെ മണം ഭയങ്കര ഒരു ഇതാണ്. ഇനി അതിൻ്റെ പുറത്തുകൂടെ ഞാൻ കുറച്ച് നെയ്യ് ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്തിനെന്ന് വെച്ചാൽ അത് എങ്ങും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇത് നല്ല ചൂടാകുമ്പം ഈ നെയ്യ് അതിൻ്റെ സൈഡിൽ കൂടെ ഒരുങ്ങുമ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമായിരിക്കും. അങ്ങനെ ഞാൻ ഫോയിൽ പേപ്പർ വെച്ച് അതിനെ അടച്ചു വെച്ചു. ഇനി അതിനെ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. അത് ഒരു 10 മിനിറ്റ് കൂടുതലൊന്നും ഞാൻ വെച്ചില്ല കേട്ടോ. 10 മിനിറ്റ് വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ പാത്രം കാസ്റ്റ് അയൺ വെച്ചിട്ടുള്ള അയണിൻ്റെ പാത്രമാണ്, ഇരുമ്പിൻ്റെ പാത്രമാണ്. അപ്പോൾ അതിൽ ചൂടൊക്കെ നന്നായിട്ട് നിൽക്കും. അതുകൊണ്ട് ഒത്തിരി നേരം വെച്ചാൽ എന്തായാലും അടുക്കി പിടിക്കും. അതുകൊണ്ട് ഞാൻ വെറും 10 മിനിറ്റ് വെച്ചോളൂ. ഇനി നമ്മുടെ ബിരിയാണി റെഡിയായി. ബിരിയാണിനെ ഞാൻ ഇപ്പം പ്ലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്തിലെ മട്ടൻ പീസസൊക്കെ മട്ടൻ്റെ ബോണിൽ നിന്ന് തന്നെ എല്ലാം ഏറിട്ട് മാറി നല്ല കുഞ്ഞു കുഞ്ഞു പീസായി നല്ല സോഫ്റ്റായിട്ട് കിടപ്പുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോയി കഴിക്കട്ടെ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാനത് റിപ്ലൈ ചെയ്യുന്നതാകും. എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്നത് ഞാൻ അന്നന്ന് തന്നെ റിപ്ലൈ ചെയ്യാൻ നോക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നെ അറിയിക്കണം. പിന്നെ എൻ്റെ ഫ്രണ്ടിന് സ്പെഷ്യൽ താങ്ക്സ്. ബിക്കോസ് ഇതാണ് ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ ഫേവറേറ്റ് ബിരിയാണി. മട്ടൻ ബിരിയാണി എന്ന് പറയുന്നത് ഇതാണ് എപ്പോഴും. ചിക്കൻ ബിരിയാണി ഞാൻ തലശ്ശേരിയും ബാക്കിയെല്ലാം ഉണ്ടാക്കും. പക്ഷെ മട്ടൻ ബിരിയാണി എപ്പോൾ ഉണ്ടാക്കുന്നത് ഇതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആണത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു, ബൈ.